കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. ഭൂമിയോളം ക്ഷമിച്ചു നിന്നിട്ടും ജോസ് കെ മാണിക്ക് കൊല്ലത്ത് തന്നെ പണി കിട്ടിയിരിക്കുന്നു. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തന്ത്രം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഈ അടുത്ത കാലത്ത് LDF-ൽ കലഹമുണ്ടാക്കി UDF-ൽ പോകാമെന്നാണ് ചിലർ തീരുമാനിച്ചതെങ്കിൽ അത് തങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് പൊതുവെ ജോസ് കെ മാണിക്കൊരു പേടിയുണ്ട്. കൂടെയുള്ള പ്രവർത്തകർ ഒട്ടുമുക്കാലും UDF-ലേക്ക് തന്നെ തിരിച്ചുപോയതോടെ ഇനിയിപ്പോൾ പറഞ്ഞു നിൽക്കാൻ ഇതിനു മുൻപത്തെ പണ്ടത്തെ വിജയം മാത്രമേ കയ്യിലുള്ളൂ. അതിനുശേഷം ലോകസഭയിലും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലും എന്തായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഉത്തരവും ജോസ് കെ മാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ സൗമ്യമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടണമെന്ന് വിചാരിച്ച് നടത്തിയ നീക്കം അവസാനം പരാജയപ്പെടുകയാണ്. ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാലും അങ്ങോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച ജോസ് കെ മാണിക്ക് അവസാനം കൊല്ലത്ത് പണി കിട്ടി. കൊല്ലം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ചർച്ചയിൽ അങ്ങനെ ഇടഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. 3 സീറ്റ് വേണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് എം വരികയും എന്നാൽ 1 സീറ്റ് നൽകാമെന്ന നിലപാടിൽ നിൽക്കുകയുമാണ് CPM. കഴിഞ്ഞ തവണ മത്സരിച്ച പോർട്ട് ഡിവിഷൻ വേണമെന്നും പോർട്ട് ഡിവിഷൻ CPI-യുമായി വെച്ചുമാറില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി. ജയസാധ്യതയില്ലാത്ത സീറ്റിൽ മത്സരിക്കാനില്ലെന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ കേരള കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നാണ് അവർ പറയുന്ന വാദം. അതെന്ത് വലിയ സാഹചര്യമാണ് ഉള്ളതെന്നാണ് മറ്റുള്ളവരുടെ സംശയം. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് 1000 സീറ്റെങ്കിലും മത്സരിക്കാൻ വേണമെന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് 2 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. കഴിഞ്ഞ തവണ മത്സരിച്ച ചില സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണ്, പക്ഷേ അതുകൊണ്ട് സീറ്റൊന്നും കുറയാൻ സമ്മതിക്കില്ല എന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 825 സീറ്റുകളാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ 1000 സീറ്റിൽ അത് കുറയാൻ പാടില്ല എന്നുള്ളത് പാർട്ടി തീരുമാനമാണ്. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് LDF-ൽ ആവശ്യപ്പെടും. അത് ജില്ലാ നേതൃത്വങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയെന്നും സ്റ്റീഫൻ ജോർജ് LDF അറിയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതിനവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ പാർട്ടി LDF-ലേക്ക് എത്തിയത്. ഒരു വീട്ടിൽ ആദ്യം തന്നെ കയറി ചെന്നാൽ എല്ലാം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തിടുക്കത്തിലുള്ള സീറ്റ് ചർച്ചയിൽ പല വിട്ടുവീഴ്ചകളും അന്ന് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇത്തവണ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കൊല്ലത്ത് കണ്ട മസിൽ പിടുത്തം. കൂടെ വന്ന പ്രവർത്തകർ കൂടെ തന്നെ ഉണ്ടോ ജോസ് മോനെ എന്ന് പിണറായി ചോദിച്ചാൽ തീരുന്ന മസിൽ പിടുത്തം മാത്രമാണ് ഇതെന്ന് നമ്മൾ കാണേണ്ടി വരും.